Okay. Next question, number reversal. Given a 3-digit number, you have to reverse the number. Very simple. ഒരു നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റണം? റിവേഴ്സ് ചെയ്യും. എങ്ങനെ ചെയ്യും? അപ്പം ഇൻബിൽഡ് ആയിട്ട് പൈത്തണിൽ റിവേഴ്സ് ചെയ്യാൻ ഉള്ളൊരു ഇൻബിൽഡ് ഫങ്ഷൻ ഉണ്ടോ? അതായത് പൈത്തണിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ റിവേഴ്സ് ഉണ്ട് അല്ലെ, പൈത്തണിലും അപ്പം ഉണ്ട്. പൈത്തണിലും റിവേഴ്സ് ചെയ്യാനുണ്ട്, പക്ഷേ നമുക്ക് പൈത്തണിൽ ഇൻബിൽഡ് ആയിട്ടുള്ളത് എന്താ, സ്ട്രിങ് യൂസ് ചെയ്തിട്ടാണ്. അതായത് അതൊരു സ്ട്രിങ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതായത് റിവേഴ്സ് സ്ട്രിങ്, അതായത് ഹെലോ എന്നുള്ളത് ഒരു സ്ട്രിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്താ, ഇൻപുട്ട് ഇൻഡിജർ ആണ്, ഡിജിറ്റ് നമ്പർ ആണ്. പൈത്തണിൽ റിവേഴ്സ് ചെയ്യിക്കാൻ റിവേഴ്സ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ സ്ട്രിങ് വെച്ചിട്ട് കാണിച്ചു തരാം. a is equal to hello print. ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ കാണിക്കുന്നത്. പ്രിന്റ് റിവേഴ്സ്ഡ് ഓഫ് എനെ റിവേഴ്സ്ഡ് ചെയ്യിക്കുന്നു. ഇതൊന്ന് ഞാനൊന്ന് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന റിവേഴ്സ്ഡ് ഒബ്ജക്റ്റ്, അതായത് ഈ ലൊക്കേഷനിലേക്ക് ഒബ്ജക്റ്റിനെ റിവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്താ വർക്ക് ആകാത്തത്? ഇതിന്റെ റീസൺ, അതായത് ബിക്കോസ് നമ്മൾ എന്ത് പ്രിന്റ് റിവേഴ്സ്ഡ് ഈ ഒബ്ജക്റ്റ് ഡയറക്ട്ലി എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യിപ്പിക്കുക. അത് റിവേഴ്സ്ഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ്, അത് ഡയറക്ട്ലി എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമുക്കൊരു സ്ട്രിങ് ഉണ്ട്, ഇത് റിവേഴ്സ്ഡ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഒരു ഒബ്ജക്റ്റ്, അത് സ്ട്രിങ് ഒന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്തിട്ട് ജോയിൻ ദ റിവേഴ്സ്ഡ് ക്യാരക്ടേഴ്സ്, റിവേഴ്സ് ചെയ്ത ക്യാരക്ടേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കണം സ്ട്രിങ്ങിലേക്ക്. അപ്പൊ നമുക്ക് എന്താ, നമ്മുടെ ഡോട്ട് അല്ലെങ്കിൽ നോക്കിക്കേ, ജോയിൻ ചെയ്യിപ്പിക്കുക. ഞാൻ റിവേഴ്സ്ഡുള്ള ഫംഗ്ഷനെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം എന്തിലേക്കാണ് ജോയിൻ ചെയ്യിപ്പിക്കുക? ഒരു എംപ്റ്റി സ്ട്രിങ്ങിലോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അതായത് ഇവിടെ ആദ്യം ഹെലോ എന്നുള്ളതിന് ഞാൻ റിവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് OLLEH റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തപ്പോൾ എന്താ കിട്ടുന്നത്? ഓക്കെ, സോറി, റിവേഴ്സ്ഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താ, OLLEH ആ കിട്ടുന്നത്. അപ്പം ആദ്യം എൻ്റെ ഈ എംപ്റ്റി ആണ്, ഇതൊരു എംപ്റ്റി ബോക്സാ. ഒരു എംപ്റ്റി ബോക്സ് ക്രിയേറ്റ് ചെയ്തു, O ജോയിൻ ചെയ്തു, L ജോയിൻ ചെയ്തു, L ജോയിൻ ചെയ്തു, E ജോയിൻ ചെയ്തു, L ജോയിൻ ചെയ്തു. ഓക്കെ, ഈ അപ്രോച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിനെ ഒന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹലോ എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒറിജിനൽ കോഡിലേക്ക് പോകാം.
ഇനി നമുക്ക് എന്താ, ഇനി ഞാനൊരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ പഠിച്ചു. ഇനി എനിക്ക് എന്താ, എൻ്റെ ഇൻറ്റിജറിനെ റിവേഴ്സ് ചെയ്യണം. ഇൻറ്റിജറിനെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താ, ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട്. വെരി സിമ്പിൾ. അപ്പം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സോറി ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ആവുന്നില്ല, കോഡ് കാണാമല്ലോ, അപ്പം പ്രശ്നമില്ല. ഞാൻ എന്നിലേക്ക് വാങ്ങി വെക്കുന്നു, എനിക്ക് പ്രിന്റാ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ ഇൻപുട്ട് ഇൻറ്റിജറാ വാങ്ങിയത്, സ്ട്രിങ് അല്ല വാങ്ങിയത്. സ്ട്രിങ് റിവേഴ്സ് ചെയ്യാനുള്ള പൈത്തൺ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഹെലോ എന്നുള്ള എക്സാമ്പിൾ നോക്കിയത്. പ്രിന്റാ ചെയ്യിപ്പിക്കേണ്ടത്. ആരെയാ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്? സ്ട്രിങ് ഓഫ് എൻ. സ്ട്രിങ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റിജർ ഇൻപുട്ടിനെ ഞാൻ വാങ്ങി അതിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ വേറൊരു അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ആയിട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രിങ്ങിന്റെ വാല്യൂ, ഇപ്പം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്ഡ് ആണ്, 0 1 2 3 4. സ്ട്രിങ്ങിന്റെ -1 എന്ന് പറഞ്ഞാൽ എന്താ, -1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ പൊസിഷനെയാണ് -1. അപ്പം ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു, അതിനെ സ്ട്രിങ് ആക്കി മാറ്റുന്നു, ഏറ്റവും ലാസ്റ്റ് ഇൻപുട്ട് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഇൻറ്റിജർ, ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഫസ്റ്റ് വാല്യൂ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ടു എന്താ നോക്കുന്നത് അല്ലേ? ഓക്കെ, ഇതൊന്ന് ഞാൻ റൺ ചെയ്യിപ്പിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോറി, ഇൻപുട്ട് -732 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ് സോറി അത് ക്ലീനാവുന്നില്ല, ഞാൻ സൈഡിൽ ചെയ്യാം. അതായത് ഞാൻ ഈ 2 സെമിക്കോളൻ, ഞാനിവിടെ യൂസ് ചെയ്ത 2 സെമിക്കോളൻ -1, ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് എന്നാണ് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് ടു എൻഡ്, അതായത് നമുക്ക് സ്ലൈസ് ചെയ്യാൻ, ഓക്കെ ഇപ്പോഴും വരുന്നില്ല. ഫസ്റ്റ് സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ്, അതായത് നമുക്ക് സ്ലൈസ് ചെയ്യിപ്പിക്കേണ്ട പൊസിഷൻ സ്റ്റാർട്ട് ടു എൻഡ്. -1 എന്ന് പറഞ്ഞാൽ എന്താ, -1 എന്ന് വെച്ചാൽ ബാക്ക്വേർഡ്, ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ നിന്ന്.